ഓർക്കിലെത്രയും പേടിയാമിനി കൽക്കിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണണം ഗോവിന്ദ. ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭാശാലിയുടെ മുമ്പിൽ നിൽക്കാൻ അധികം ആർക്കും കഴിയാത്തൊരു സ്ഥിതി. ക്ഷാത്രധർമാവ് ദൃഷ്ട്യുത്യുമ്നൻ്റെ പുത്രനാണ്. അയാൾ ആർത്തട്ടഹസിച്ചുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ മുമ്പിലേക്ക് വന്നത്. ഒരൊറ്റ ശരം, അയാളുടെ കഥ കഴിഞ്ഞു. ശൂരനും അസ്ത്രവിദ്യയിൽ ഉത്തമനും ആയിട്ടുള്ള ചേകിതാനൻ ശരങ്ങളുടെ ഒരു മഴ തന്നെ പെയ്യിച്ചുകൊണ്ടാണ് ദ്രോണാചാര്യൻ്റെ മുമ്പിലേക്കുള്ള വരവ്. എവിടെ നിമിഷം കൊണ്ട് അയാളുടെ കുതിരയും സൂതനും ഒക്കെ നശിച്ചു ഓടിപ്പോയി. 85 വയസ്സായ ഈ ബ്രാഹ്മണൻ ആ യുദ്ധഭൂമിയിൽ കാണിക്കണത് 18 വയസ്സായ യോദ്ധാവിനേക്കാൾ വലിയ മികവാണ്. ഇത് കണ്ട് ദേവന്മാർ പോലും പ്രശംസിച്ചു. എന്താ ഒരു ശൂര്യത, എന്താ ഒരു കൈയടക്കം, എന്താ അദ്ദേഹത്തിൻ്റെ ആ അസ്ത്രവിദ്യയിലുള്ള പാണ്ഡിത്യം. സമ്മതിച്ചേ മതിയാവൂ. ഈ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനനെ വിളിച്ചു. ഭീമ, എൻ്റെ മനസ്സ് വല്ലാണ്ട് അലട്ടണു. ശ്രീകൃഷ്ണൻ്റെ പാഞ്ചജന്യം കേട്ടു. അർജുനൻ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടായിരിക്കുമോ? ഇത് നോക്കാൻ സത്യകിയെ അയച്ചു. സത്യകിയുടെയും വിവരമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? താനൊന്ന് പോയി നോക്കിയിട്ട് വരൂ. അയ്യോ, ഞാൻ എങ്ങനെയാണ് പോവുക? അങ്ങയുടെ സംരക്ഷണം സത്യകി എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ പോയിക്കണേ. അത് സാരില്ല, ഒന്ന് എന്തെങ്കിലും പോയിട്ട് വരൂ. മനസ്സ് അത്രത്തോളം വിങ്ങണു, ഒരു ശബ്ദവും കേൾക്കാനുമില്ല. ശരി, ചേട്ടൻ പറഞ്ഞു കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ദൃഷ്ട്യുദ്യുമ്നനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രക്ഷയ്ക്ക് ഏൽപ്പിച്ചിട്ട് ഭീമസേനൻ കയറാൻ തീരുമാനിച്ചു. അപ്പം വ്യൂഹത്തിൻ്റെ മുമ്പിൽ വലിയ എതിർപ്പാ. അതൊന്നും ഭീമന് വലിയ കാര്യം ഉണ്ടായില്ല. നിസ്സാര സമയം കൊണ്ട് ഭീമൻ അതൊക്കെ അടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി. അകത്ത് കയറുമ്പോഴല്ലേ മനസ്സിലാവുക ആരാ സാക്ഷാൽ ദ്രോണാചാര്യൻ്റെ മുമ്പിലേക്കാണ് ചെന്ന് ചാടുന്നത്. രണ്ടുപേരും തമ്മിൽ വലിയ യുദ്ധം നടന്നു. അപ്പോൾ ദ്രോണാചാര്യൻ പറഞ്ഞു, ഭീമ, നിൻ്റെ ഈ കര ബിരുദൊന്നും ഇവിടെ കാണിക്കണ്ട. നിൻ്റെ ശക്തിയൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി. എന്നെ ജയിച്ചിട്ട് നിനക്ക് കടന്നു പോകാമെന്നൊന്നും വിചാരിക്കുകയും വേണ്ട. കൃഷ്ണാർജുനന്മാർ വരെ എന്നോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് പോയിരിക്കുന്നത്. സത്യകിയോ എന്നെ പ്രദക്ഷിണം വെച്ച് കുമ്പിട്ടിട്ടാണ് പോയേക്കുന്നത്. നീയും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം. അപ്പോൾ ഭീമസേനന് അതിനോട് വലിയ താല്പര്യമില്ല. അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള നിലയ്ക്ക് ഭീമസേനൻ പിന്നൊന്നും ആലോചിച്ചില്ല. ചാടി ഇറങ്ങിപ്പോയി ദ്രോണാചാര്യൻ്റെ തേര് തല്ലിയായിട്ട് പൊളിച്ചു. ദ്രോണാചാര്യൻ നിരായുധനായി. ഇത് കണ്ട വിന്ദാനുവിന്ദന്മാർ, മുമ്പ് ഭീമസേനോട് എതിർത്ത് തോറ്റ് ഓടിപ്പോയവരാ, അവരാദ്യം വന്ന് ഭീമനോട് എതിർത്തു. നല്ല യുദ്ധം. ഈ സമയം കൊണ്ട് ദ്രോണാചാര്യർ പുതിയൊരു രഥത്തിൽ കയറി ആദ്യം ഭീമനോട് യുദ്ധത്തിന് വന്നു. കുറച്ചു നേരം യുദ്ധം ചെയ്തപ്പോൾ ഭീമന് തോന്നി, ഇത് ശരിയല്ല. എൻ്റെ ദൗത്യം കൃഷ്ണാർജുനന്മാരുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ ആചാര്യനുമായിട്ടിങ്ങനെ യുദ്ധം ചെയ്ത് നിന്നാൽ ദിവസങ്ങളോളം നിൽക്കുക തന്നെ ഉണ്ടാവുള്ളൂ, അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആദ്യം തൻ്റെ രഥത്തുനിന്ന് ചാടി ഇറങ്ങി ഒരൊറ്റ തള്ള് ഭീഷ്മാചാര്യൻ്റെ രഥത്തിന്. ആ രഥം എവിടേക്കോ കണക്കില്ലാണ്ട് പോവുക. കുതിരകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ആ തള്ളിൻ്റെ ഊക്ക്, ആ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തൻ്റെ ശിഷ്യൻ്റെ ആ കൈബലം കണ്ടിട്ട് ദ്രോണാചാര്യർ തേരിലിരുന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭീമൻ പിന്നെയും മുമ്പിലേക്ക് കയറി. സമയം കിട്ടി. ദ്രോണൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇത്തിരി സമയം കിട്ടിയില്ലേ? മുമ്പിലേക്ക് കയറി. ഭീമൻ മുമ്പിലേക്ക് കയറിയപ്പോൾ കൃതവർമാവ് വന്ന് തടഞ്ഞു. പിന്നെ അവർ തമ്മിലായി യുദ്ധം. കുറച്ച് നേരം കൊണ്ട് കൃതവർമാവിൻ്റെ സൈന്യത്തിനെ ഒക്കെ ഭീമൻ നശിപ്പിച്ച് പിന്നെയും മുമ്പിലേക്ക് കയറി.
ഇത്തിരി ദൂരം അങ്ങോട്ട് കയറിയപ്പോൾ ദൂരേന്ന് കൃഷ്ണ അർജുനന്മാരെ ഭീമസേനൻ കണ്ടു. ഇത് യുധിഷ്ഠിരനെ അറിയിക്കണ്ടേ? ഭീമസേനൻ എന്ത് ചെയ്തു? ഉച്ചത്തിൽ അങ്ങോട്ട് അട്ടഹസിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ സത്യകി അതിലും ഉച്ചത്തിൽ അട്ടഹസിക്കുക. അപ്പോൾ അർജുനനും അട്ടഹസിച്ചു. ഇത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാതുകൾക്ക് കുളിരാണ് ഏകിയത്. 3 പേരും അട്ടഹസിക്കണു. 3 പേരുടെ ശബ്ദവും പ്രത്യേകിച്ച് മഹാരാജാവിന് മനസ്സിലായി. സന്തോഷമായി. അങ്ങനെ ഭീമൻ മുന്നേറുമ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റുമോ? കർണൻ കയറി തടുത്തു. പിന്നെ കർണനും ഭീമനുമായിട്ടുള്ള യുദ്ധമായി. കർണൻ്റെ തേരും കുതിരകളൊക്കെ നഷ്ടപ്പെട്ടു. വൃഷസേനൻ്റെ തേരിൽ കയറി കർണൻ പിന്നിലേക്ക് പോയി. ഇത് കണ്ട ദുര്യോധനന് ആകെ പരിഭ്രമായി. ഭീമൻ ദാ അടുത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നു. സത്യയ്ക്ക് അടുത്ത് എത്താറായിട്ടുണ്ട്. കൃഷ്ണാർജുനന്മാർ ജയദ്രഥനെ സംരക്ഷിക്കാൻ നിർത്തിയിരിക്കുന്ന പടയുടെ നാശം വിതയ്ക്കണു. ഇങ്ങനെ പോയാൽ എവിടെയാ? ജയദ്രഥനെ രക്ഷിക്കാൻ എന്താ വഴി? ഓടി ദ്രോണാചാര്യൻ്റെ അടുത്തേക്ക്. ദുര്യോധനൻ്റെ വരവ് കണ്ടപ്പോഴേ ദ്രോണാചാര്യന് മനസ്സിലായി ഇത് ആദ്യേ ആവലാതി പറയാനാണ്. ദുര്യോധനൻ വന്ന ഉടനെ പറഞ്ഞു, അങ്ങും കൂടിയും ചുമതലയേറ്റതല്ലേ ജയദ്രഥനെ രക്ഷിച്ചോളാന്ന്. അങ്ങിപ്പോൾ ഇങ്ങനെ നിഷ്ക്രിയനായിട്ട് നിന്നാൽ എങ്ങനെയാ? വില്ലെടുത്തവരാരും അങ്ങയുടെ മുമ്പിൽ ജയിച്ചു പോവില്ല എന്ന് ഈ ലോകത്തുള്ളവർക്കെല്ലാം അറിയാം. അങ്ങയുടെ അനുവാദമല്ലാണ്ട് കൃഷ്ണാർജുനന്മാരും സത്യകിയും ഭീമസേനനും ഉള്ളിലേക്ക് കയറില്ല എന്നുള്ളത് നിശ്ചയം. അങ്ങ് ജയദ്രഥന് ചെയ്തു കൊടുത്ത സത്യം പരിപാലിക്കാൻ അങ്ങ് ബാധ്യസ്ഥനല്ലേ? ഈ സിന്ധു രാജാവിനെ നമ്മളിങ്ങനെ കൊലയ്ക്ക് കൊടുക്കണോ? അങ്ങ് നല്ലോണം ഒന്ന് ആലോചിക്കുമെന്ന് ദുര്യോധനൻ പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യർ പറയാണ്, ദുര്യോധന നോക്കൂ, ഞാൻ ഈ വ്യൂഹത്തിൻ്റെ കാവലാണ്. എന്തെങ്കിലും കാരണവശാൽ ഞാനിവിടുന്ന് വിട്ടുപോയാൽ തീർച്ചയായിട്ടും പാണ്ഡവപ്പട സമുദ്രം പോലെ വ്യൂഹം ഭേദിച്ച് അകത്ത് കയറും. പിന്നെ അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ദുഷ്കരാവും. ഇപ്പോൾ വ്യൂഹത്തിൻ്റെ അകത്ത് 3 പേരേ ഉള്ളൂ, ഭീമനും സത്യകിയും കൃഷ്ണാർജുനന്മാരും. അവരെ നിങ്ങൾക്കൊണ്ട് എന്താ തടുക്കാൻ പറ്റാത്തേ? ഞാൻ അണിയിച്ച് തന്ന ആ കവചല്ലേ ദുര്യോധന, യാതൊരു കാരണവശാലും നിനക്ക് ഒരു അമ്പ് പോലും ഏൽക്കില്ല. ധൈര്യമായിട്ട് പോയി എതിർക്കൂ, അവരെ തോൽപ്പിച്ച് മടക്കൂ. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഞാൻ ഈ വ്യൂഹമുഖത്തുനിന്ന് മാറുകയാണെങ്കിൽ വലിയ അനർത്ഥം സംഭവിക്കും. അപ്പോൾ ആചാര്യൻ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു നിന്നിട്ട് വലിയ കാര്യമില്ല. പോവന്നെ പോയി എതിർക്കാമെന്നും പറഞ്ഞ് ദുര്യോധനൻ ഭീമനോട് എതിർത്തു. ദുര്യോധനൻ്റെ തേരും കുതിരകളും ഒക്കെ നഷ്ടപ്പെട്ടു. ദുര്യോധനൻ പിന്നിലേക്ക് മാറി. വീണ്ടും തേരിൽ കയറി വരുമ്പോൾ കണ്ട കാഴ്ച പാണ്ഡവന്മാരുടെ മിത്രങ്ങളായ യുധമന്യു ഉത്തമൗജസ് ഇവർ 2 പേരും വ്യൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് ആരും കാണാണ്ട് പൊളിച്ച് അകത്ത് കയറി പതുക്കെ വരുന്നു. ദുര്യോധനൻ കണ്ട കാഴ്ച അതാണ്. ദുര്യോധനൻ നേരെ അവരോടാണ് പിന്നെ ചെന്ന് എതിർത്തത്. അവിടെയും വലിയ രക്ഷയുണ്ടായില്ല. അവർക്കും മനസ്സിലായി ദുര്യോധനൻ്റെ മേത്ത് അമ്പൊന്നും ഏൽക്കണില്ല എന്ന്. അവരും പഴയ വിദ്യ തന്നെ പ്രയോഗിച്ചു. ദുര്യോധനൻ്റെ തേരും കുതിരകളെ നശിപ്പിച്ചു. സൂര്യൻ അസ്തമിക്കാറായിട്ടില്ല. ഈ സമയത്ത് യുദ്ധഭൂമിയിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണാർജുനന്മാർ ജയദ്രഥൻ്റെ രക്ഷയ്ക്ക് നിൽക്കുന്ന യോദ്ധാക്കളെയും രാജാക്കന്മാരെയും ശരിക്കും മർദ്ദിക്കണം. അർജുനൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങണം. ഇടയ്ക്കിടയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം മുഴക്കണം. ഭീമസേനൻ്റെ അട്ടഹാസം, സത്യകിയുടെ അട്ടഹാസം ഇനിയൊരു ഭാഗത്ത്. ജയദ്രഥനെ പ്രതിരോധിക്കുന്ന പടയുടെ മുമ്പിൽ അർജുനൻ, അതിന് കുറച്ച് ദൂരത്തായിട്ട് വേറൊരു ഭാഗത്ത് ജയദ്രഥൻ, ഇനിയൊരു ഭാഗത്ത് ഭീമസേനൻ. ഇവരുടെ കൂടെ യുധമന്യുവും ഉത്തമൗജസ്സും കയറിയിരിക്കുന്നു. ഇതാണ് ആ സമയത്തെ
യുദ്ധഭൂമിയുടെ സ്ഥിതി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.